വിരിച്ചിട്ട് ഹലോ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്നാണ് ടീം Q3യിലെ ഫസ്റ്റത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുന്നത്. ലാസ്റ്റായിട്ട് നമ്മൾ മെമ്മറീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോർട്ടായിരുന്നു ഇട്ടുണ്ടായിരുന്നു. അതും നമ്മുടെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇട്ടതായിരുന്നു. ഇൻട്രോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഭാഗങ്ങളൊക്കെ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ആൻഡ് ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് തുടങ്ങിയ ആ വ്ളോഗ് കണ്ടിട്ട് എടുക്കാൻ പറ്റില്ല. ഡാൻസ് കളിക്കാൻ പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴൊക്കെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. ഞാനിപ്പോൾ ഇത് എടുത്ത് ഞാൻ സ്കൂളിലെത്തിയപ്പോൾ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂളിലെത്തിയപ്പോൾ ആരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ചോറ് മിഠായി കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പുറത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് 4ാം ക്ലാസ്സുകാർക്ക്. ഞങ്ങൾക്ക് 7th-നും 4th-നും മാത്രമാണ് ക്ലാസ് ഉള്ളൂ കേട്ടോ. ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഐഷ അവന്തികൊക്കെ വന്നത്. കാരണം അവരൊന്നും വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 11:30-ക്ക് ടീച്ചർ വിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വന്നായിരുന്നു. അപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഇനി നമുക്ക് അവന്തികനെ കാണാം. ഇതാണ് അവന്തിക. ഇനി നമ്മൾ ബാക്കിയുള്ളവരെ എവിടുന്ന് കാണാൻ പോണേ? കടയിൽ നിന്ന് കാണും. അല്ല, ഇവിടുന്നും കാണും. പിന്നെ ഇനി നമ്മൾ ആരാധന വീട്ടിലേക്ക് പോകാം ഗൈസ്. ആരാധന വീട്ടിൽ വലിഞ്ഞ് കയറി പോവാം. ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ? വിശക്കുണ്ടോ? ഇന്ത്യയിൽ 10 രൂപ ഉണ്ട്, 20 രൂപ. വോയിസ് ഓവർ കൊടുക്കാൻ വേറെ ആരും ഇല്ലാത്ത കാരണമാണ് ഞാൻ മാത്രം കൊടുക്കണത്. വേറെ ആരും എൻ്റെ വീട്ടിലല്ലല്ലോ. അങ്ങനെ ഞങ്ങളിപ്പോൾ ആരാധ്യയുടെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരാധ്യയുടെ വീട്ടിലെത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, ഇതാണ് ആരാധ്യ. ഐഷാടെ പുറകിലേക്ക് എന്താ വെച്ചിട്ടാ ടീം Q3യുടെ വ്ളോഗിലിടാൻ വരച്ച ചിത്രമാണ്. ഇതൊക്കെ അവളുടെ ഫോട്ടോസാണ്. അവളാണെങ്കിൽ മറ്റേ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹ അവളൊക്കെ കേട്ടോ. അപ്പോഴത്തേക്കും സ്നേഹ വന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോയി. സ്നേഹ ഞങ്ങൾ അമ്മനെ വിളിച്ചപ്പം തന്നെ വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാനല്ല, അവർ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മുതിര മൊത്തം എടുത്തിട്ട് കൊടുന്നു ഗൈസ്. എന്നിട്ട് ആരാധ്യ ലേസിൻ്റെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് നല്ല വിശക്കുണ്ടായിരുന്നു കേട്ടോ. 12:30 ആ ടൈമായി. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്തെങ്കിലും കടയിൽ നിന്ന് വാങ്ങാമെന്ന്. അപ്പോൾ ആരാധ്യ ലേസിൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ ടൈമിൽ. പിന്നെ ഞങ്ങൾ അവരൊക്കെ അങ്ങോട്ട് ആക്കിയിട്ട് ഞങ്ങൾ നേരെ അമൃതയുടെ വീട്ടിലേക്ക് വന്നു. അവളുടെ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ കുറച്ച് നായ്ക്കൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കൂട്ട ചർച്ചയുണ്ട്. ധൈര്യത്തോടെ ഗൈസ്, ക്യാമറ കുറേ ഷേക്കിംഗ് ഉണ്ടാവും. സൈക്കിൾ തന്നെ എടുക്കണം വീഡിയോ. എവിടെ ദിൽനാടെ വീട്? സ്നേഹ ബാക്കിലുണ്ട്. ഏതാ? വിളിക്ക് ദിൽന, വിളിക്ക്. അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ കയറി. ദിൽന, ഇത് നമ്മൾ മറ്റേ വഴിയല്ലേ? ഇതിനെളുപ്പം മറ്റേതായിരുന്നു. പകുതി നേരം നായക്കളാണ്ട് പേടിച്ചെന്നു. ആവോ എന്തത്? ഇക്ക് പിടിക്കാൻ പറ്റില്ല. ഞാൻ 2 കൈ വിട്ടേ അവിടെ നിലത്തെടുക്കും. ഓക്കെ, ഇതൊരു കാട് ഏരിയയാണ്. നമ്മൾ അവളുടെ വീട്ടിലേക്ക് എത്തിയായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടുന്ന് അവളവിടെ ഇല്ല, അവളെ ഹെൽത്തിൽ പോയിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കണ വയ്യ. നമ്മൾ സൈക്കിൾ ഓട്ടാ വിചാരിച്ച് ഗൈസ്. നിക്കവിടെ ൊന്നുമില്ല ഇവിടെ. 3 ആള്. ഓക്കെ ഗൈസ്, അപ്പം ഇതെവിടെ
വെറുതെ ഇറങ്ങല്ലേ ഏട്ടാ. ഇതൊക്കെ നിങ്ങൾക്ക് ലൈസൻസ് തരും വേണോ? എത്ര രൂപ ഉണ്ടല്ലേ? 10 രൂപക്ക് എന്താ ചാ മിഠായി? ഇവിടെ ഒരു ബോള് 40 രൂപയുടെ വാങ്ങിച്ചു. പിന്നെ ടഡാമേട കുറുകുറെ, ഞാനൊരു പച്ച ലൈസും. പോയിക്കോ, ഞാൻ സൈക്കിൾ മാറ്റിയിട്ട് എൻ്റെ സൈക്കിളാ അത്. എനിക്ക് അൻ്റെയും പോയിക്കോ, ഞാൻ ടെമ്പറേച്ചർ വെച്ചിട്ട് ശരിക്കും കോലം കാണിച്ചോളൂ. ഇപ്പൊ ഇതുകൊണ്ട് ഓടിക്കാൻ പറ്റും ഗൈസ്. സൈക്കിളൊന്തി പോയേ. കുട്ടികളുടെ കോൺസെൻട്രേഷൻ കളയാൻ പഠിക്കണ കുട്ടികൾ. ഇതാണ് അമ്മു. നടന്നേ, അവർക്ക് ശല്യാവും നമ്മള്. അമ്മൂന്റെ വീട്ടിൽ വന്നിട്ട് ഗൈസ്. ഇതൊന്നും അമ്മൂനെ കിട്ടിയതല്ല ഗൈസ്, ഒക്കെ അമ്മൂന്റെ ചേട്ടൻ കിട്ടി. ഓ പിന്നെ വലിയ കാര്യം. എന്റെ ഇതില് പോണത്. അയ്യോ കൂടെ കേറണ്ടേ? ഏതൊഴിയാ? അങ്ങനെ ഞങ്ങൾ ഫിൽറ്ററിന്റെ അവിടേക്ക് വന്നു. എന്നിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റുള്ളൂ, അതിന്റെ വിഷമം ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ടിൻക്യൂ3ന്റെ ഫസ്റ്റ് വ്ളോഗാണ് ഇത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.